കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു നല്ല ഫുൾ കണ്ടീഷനിലിരിക്കുന്ന ടാറ്റയുടെ ബോൾട്ടാണ്. ബോൾട്ടിൻ്റെ XM എന്ന ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. നിസാര കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളൂ. അത് ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എത്ര കിലോമീറ്റേഴ്സ് എക്സാക്റ്റ് ഓടിയിട്ടുണ്ടെന്ന്. സിംഗിൾ ഓണർ വാഹനം 2015 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കളറിൻ്റെ പ്രസൻസും അതേപോലെ തന്നെ ബോഡി ക്വാളിറ്റിയും പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളോ എങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ കിടക്കുന്നത് ന്യൂമറസ് കാർസിലാണ്, ആലുവയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കോൺടാക്ട് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നേരെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വാഹനം ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് ടാറ്റയുടെ ബോൾട്ടാണ്. അപ്പോൾ ബോൾട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ടാറ്റയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന വണ്ടികളിൽ ഒരെണ്ണമാണ് ടാറ്റയുടെ ബോൾട്ട് വന്നേക്കണം. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വെൽ മെയിൻറ്റൈൻഡ് ഉപയോഗിക്കുന്ന വാഹനം, സിംഗിൾ ഓണർ വാഹനം. അത് മാത്രമല്ല നല്ല ബോഡി ക്വാളിറ്റിയാണ്. ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കൂടെ എവിടെ നോക്കിയാലും കിട്ടുന്നില്ല. അത്ര കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ടാറ്റയുടെ ബോൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ XM എന്ന ഓപ്ഷനിൽ വന്നേക്കണതാണ്. പക്ഷേ XM ആണെന്ന് നിങ്ങൾ നോക്കണ്ട, ഇതിനകത്ത് അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, കളറാണ് ഇതിൻ്റെ അടുത്ത ഇടുപ്പ് നമുക്കൂടെ പറയാനുള്ളത്. നല്ലൊരു ഇമ്പ്രസീവ് കളറാണ്. നല്ല റോഡ് പ്രസൻസ് വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു ടാറ്റയുടെ ബോൾട്ട്. അപ്പോൾ ബോൾട്ട് നമുക്കിന്ന് വ്യൂ ചെയ്തേക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, സൈഡ് വ്യൂ, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ വീലാർസിലേക്ക് നോക്കാം. വീലാർസ് എന്താണ് അവസ്ഥ നോക്കാം. വീലാർസ് നോക്കുമ്പോൾ നമുക്ക് കൂടെ കാണാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചാണ് ഒരു സൈഡ് പോർഷനാണത്. അതുകൂടാതെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ ആ ഒരു എന്താ പറയുക ഓയിൽ വീണാക്കണ ആ ചെറിയൊരു മങ്ങൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അലോയ്സും കുഴപ്പമൊന്നുമില്ല, അലോയ്സ് ഓക്കെയാണ്. അതേപോലെ തന്നെ നമുക്കിനി ബോണറ്റിലേക്ക് പോകാം. ബോണറ്റിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ നോക്കാം. അങ്ങനെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ബമ്പറിൻ്റെ ക്ലോസ് ലുക്ക് നോക്കാം. ഇവിടെയും ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ബമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും ഇവിടെ നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. ലെഫ്റ്റ് സൈഡ് വീലാർസ് വരാം. വീലാർസിലേക്ക് വരുമ്പോൾ കേട്ടോ, ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാം. പിന്നെ ടയർ നോക്കാം. ടയർ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ഭംഗി തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന അലോയ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 2 ഡോറ് നോക്കാം. 2 ഡോറിലേക്ക് വരുമ്പോൾ ഉണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊടിക്കോലും സ്ക്രാച്ചില്ല. അത് റണ്ണിങ് ബോർഡ് നോക്കാം. റണ്ണിങ് ബോർഡായാലും നീറ്റായിട്ട് നിൽക്കുന്ന റണ്ണിങ് ബോർഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ വീലാർസ് നോക്കാം. വീലാർസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ ടയേഴ്സ് ഉണ്ടോ, നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ്. ബാക്ക് സൈഡിലെ ടയേഴ്സിന് കുറച്ചൊരു ഗ്രിപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ മാറ്റ് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കാം. ഉണ്ടോ, ബാക്ക് സൈഡിൽ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ വിൻഷീൽഡാണത്. XM എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം. റിവോട്രോൺ എഞ്ചിനാണ് വന്നേക്കണം. ഇപ്പോൾ നമുക്ക് ടിയാഗോയിൽ കാണുന്ന ആ സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടാനുള്ളത്. ഇവിടെ ബോൾട്ടിൻ്റെ ബാഡ്ജിങ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണത്. അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് 2 ഡോർസ് നമുക്കിവിടെ കാണാം. കേട്ടോ, പൊടിക്കോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ റിയർ ഭാഗത്ത് ടയർ കൂടി കാണിച്ചു തന്നേക്കാം. ടയറിൽ എന്താണ് അവസ്ഥ നോക്കാം. ടയർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോറൊക്കെ നല്ല സ്ട്രോങ് ആണ്. നല്ല കട്ടിക്കാണ് ഡോർ ഇരിക്കണത്. ഇവിടെ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. മിറർ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ബ്ലാക്ക് തീമിലാണ് പോയേക്കണേ. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ സീറ്റ്സാണത്. അല്ല, നല്ല ഭംഗി തന്നെ ഇരിക്കണം. അതേപോലെ നമുക്ക് ഇൻറ്റീരിയേഴ്സും വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ സ്ട്രോങ് ആണ്. ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. താഴെ നമുക്ക് ആ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ നമുക്കിവിടെ കാണാം. അല്ലോ, നല്ലൊരു നീറ്റായിരിക്കും സ്റ്റിയറിംഗ്. ഇവിടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് കാര്യങ്ങളും പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഞാനത് പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 47,450 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം, ഇവിടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് AC യുടെ. അതേപോലെ താഴെ നമുക്ക് ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ
ആ ഒരു മാനുവൽ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഫ്ലോറും കാര്യങ്ങളും നോക്കിയേക്കാം. ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാറ്റൊക്കെ ഇട്ട് വിനായിലൊക്കെ ചെയ്ത് ഭംഗി തന്നെ ഇട്ടിരിക്കുന്നു. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ആ റിയർ സീറ്റ്സ് നമുക്ക് കാണാം. റൂഫൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ കാര്യമായിട്ട് അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ചെറിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാഹനം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പാസഞ്ചർ സൈഡിൽ നമുക്ക് കൺട്രോൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ സ്പ്ലിറ്റ് സീറ്റാണ് വന്നേക്കണം. 60-40 റേഷ്യോയുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ന്യായമായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പാർസൽ ട്രാക്ക് നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടാറ്റ ബോൾട്ടിൻ്റെ ആ ഒരു എഡ്ജും അതേപോലെ എൻജിൻ ഭാഗവും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു എൻജിൻ പോർഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി നോക്കാം. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. അതേപോലെ ഇവിടെ നോക്കാം കേട്ടോ. ഇതിന് ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷേ ബാക്കി എല്ലാ ഭാഗവും നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു എൻജിൻ റൂമാണത്. അതേപോലെ ലിഡും കൂടി നോക്കാം. ലിഡും നല്ല നീറ്റായിട്ട് ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് പോകാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോൾട്ടിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം കേട്ടോ. കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. വലിയ ലാവിഷ് സ്പേസ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. പാസൽറ്റൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ലോവർ പോർഷൻ നോക്കാം. ഇതും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ലോവർ പോർഷൻ. അതേപോലെ ലിഡ് നോക്കാം. ലിഡും ഇവിടെ ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു ബോൾട്ട് കണ്ടു കഴിഞ്ഞു. ബോൾട്ട് XM ഓപ്ഷനിൽ വന്നേക്കണം. ടാറ്റയുടെ വണ്ടിയാണ്. റിവോട്രോൺ എഞ്ചിനിൽ വന്നേക്കുന്ന വാഹനമാണ്. 2015 മോഡൽ 40 ചില്ലാൻ കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. വെൽ മെയിൻറ്റൈൻഡ് ഉപയോഗിച്ചാണ് ഈ വാഹനത്തിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ രീതിയിലുള്ള ആ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ ഓണറായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ 7012665202 നമ്പറിനകത്തേക്ക് വിളിക്കാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 2,95,000 രൂപ. 2.95 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.